Good evening to all. Calicut University 6th sem BCom Corporation Specialization Paper International Cooperative Management ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇത് നാലാമത്തെ മൊഡ്യൂളാണ് റോൾ ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എത്രത്തോളം റോൾ ഉണ്ടെന്നാണ് ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് 4 ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഇതൊന്ന് SC ആയിട്ട് വരാം. SC ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റോൾ ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 4 ഓർഗനൈസേഷനും അതിൻ്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതേണ്ടി വരും. അതല്ല ഏതെങ്കിലും പെർട്ടിക്കുലർ ഒന്ന് മാത്രം എടുത്തിട്ട്, അതായത് ILOനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ IBRDനെ കുറിച്ചിട്ടോ അങ്ങനെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെയും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കുന്നത് ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അതായത് നമുക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ILO എന്ന് പറയുമ്പോൾ തന്നെ ലേബേഴ്സിൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടും അവരുടെ സേഫ്റ്റി, അവരുടെ കാര്യങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും ഈ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 1919 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. Okay, ILO is the United Nations specialized agency which seeks the promotion of social justice and internationally recognized human and labor rights. Okay, ഇത് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1999 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതും കൂടെ നിങ്ങൾ ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ എയിംസ് അല്ലെങ്കിൽ മിഷൻ ഓഫ് ILO എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടു പ്രൊമോട്ട് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഹ്യൂമൻ ആൻഡ് ലേബർ റൈറ്റ്സ്, ടു പ്രൊമോട്ട് റൈറ്റ്സ് അറ്റ് വർക്ക്, അതായത് ജോലി സ്ഥലങ്ങളിലെ അവകാശങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ടു എൻകറേജ് ഡീസൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇത് എൻകറേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ടു എൻഹാൻസ് സോഷ്യൽ പ്രൊട്ടക്ഷൻ. ഇത്രയാണ് അതിൻ്റെ എയിംസ് മിഷൻ ഓഫ് ILO എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ILO പറയുന്നതാണ് പ്രൊമോട്ട് ആൻഡ് റിയലൈസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്, സ്ട്രെങ്തൻ ട്രിപ്പാർട്ടിസം ആൻഡ് സോഷ്യൽ ഡയലോഗ്, എൻഹാൻസ് എഫക്റ്റീവ്നെസ് ഓഫ് സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫോർ ഓൾ, ക്രിയേറ്റ് ഗ്രേറ്റർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വുമൺ ആൻഡ് മെൻ. ഇതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. ഞാൻ അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1999 ILO മിഷൻ ഈസ് ദി പ്രൊമോട്ടിംഗ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ദ പ്രോസ്പെരിറ്റി ഓഫ് ലേബർ റൈറ്റ്സ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് IBRD, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതെന്താ ബാങ്ക്? ഇൻ്റർനാഷണൽ ബാങ്കാണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ റൂറൽ ഏരിയാസിലൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ. അതാണ് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത് പറഞ്ഞത്. IBRD എന്ന് പറയുന്നത് ഇറ്റ് ഓഫേഴ്സ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് പോളിസി അഡ്വൈസ് ടു മെമ്പേഴ്സ് നേഷൻ. ഇറ്റ് ഓൾസോ റിഫേഴ്സ് വേൾഡ് ബാങ്ക്. 1945 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അതിൻ്റെ ഫങ്ഷൻസ്. ഇറ്റ് പ്രൊവൈഡ് ടെക്നിക്കൽ സർവീസസ് ടു മെമ്പർ നേഷൻസ്. ബാങ്ക് ക്യാൻ ഗ്രാൻഡ് ലോൺ മെമ്പർ കൺട്രീസ് അപ് ടു 20% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ദ ക്വാണ്ടിറ്റീസ് ഓഫ് ലോൺസ്, ഇൻട്രസ്റ്റ് റേറ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ബാങ്ക് ഇറ്റ് സെൽഫ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് എത്ര കാലമാണ് ലോൺ കൊടുക്കേണ്ടതെന്ന്, അതായത് എത്ര വർഷത്തേക്ക്, അതുപോലെ തന്നെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ബാങ്ക് ആയിരിക്കും. പിന്നെ ബാങ്ക് ഗ്രാൻഡ് ലോൺ ഫോർ പെർട്ടിക്കുലർ പ്രോജക്റ്റ്. പിന്നെ പ്രൊവൈഡ് ലോൺസ് ടു പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഓഫ് മെമ്പേഴ്സ് നേഷൻസ്. ഇറ്റ് പ്രൊവൈഡ് ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. അതായത് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ബാലൻസ്ഡ് ഗ്രോത്തിന് വേണ്ടി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഫങ്ഷൻസ് ഓഫ് IBRD അല്ലെങ്കിൽ വേൾഡ് ബാങ്ക്. ഈ IBRDൻ്റെ മറ്റൊരു പേരാണ് വേൾഡ് ബാങ്ക്. അപ്പോൾ വാട്ട് ഈസ് വേൾഡ് ബാങ്ക് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് വേൾഡ് ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സ്, ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അഡ്വൈസറി കമ്മിറ്റി, ലോൺ കമ്മിറ്റി. ബോർഡ് ഓഫ് ഗവർണേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഗവർണറും ഒരു ആൾട്ടർനേറ്റീവ് ഗവർണറും ഉണ്ടായിരിക്കും. അപ്പോയിൻറ്റഡ് ഫോർ 5 years ബൈ ഈച്ച് മെമ്പർ കൺട്രി. ഓക്കെ, പിന്നെ ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 21 മെമ്പേഴ്സാണ് അതിലുണ്ടായിരിക്കുക. അതിൽ 6 of them അപ്പോയിൻറ്റഡ് ബൈ 6 largest ഷെയർ ഹോൾഡേഴ്സ്. ഈ 6 largest ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ USA, UK, വെസ്റ്റ് ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ ആൻഡ് ഇന്ത്യ. ഓക്കെ, പിന്നെ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുമ്പോൾ അഡ്വൈസറി കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. പിന്നെ ലോൺ കമ്മിറ്റി. ഓക്കെ, അങ്ങനെ 4 തരത്തിലുള്ളതാണുള്ളത്. ബോർഡ് ഓഫ് ഗവർണേഴ്സ്, ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അഡ്വൈസറി കമ്മിറ്റി ആൻഡ് ലോൺ കമ്മിറ്റി. പിന്നെ മൂന്നാമത് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത്. അതായത് ഈ യുവാക്കളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെയുള്ളതാണ് ഇത് വരുന്നത്. വേ എന്ന് പറയുന്നത്. വേ ഈസ് ദ ഇൻ്റർനാഷണൽ കോർഡിനേറ്റിംഗ് ബോഡി ഓഫ് നാഷണൽ യൂത്ത് കൗൺസിൽ ആൻഡ് നാഷണൽ യൂത്ത് ഓർഗനൈസേഷൻസ്. അതായത് നാഷണൽ യൂത്ത് ഓർഗനൈസേഷൻ്റെയും നാഷണൽ യൂത്ത് കൗൺസിലിൻ്റെയും
ഒരു ഇൻ്റർനാഷണൽ കോർഡിനേറ്റിംഗ് ബോഡിയാണ് ഇത് പറയുന്നത് വേ എന്ന് പറയുന്നത്. വേ ഈസ് ദ ഇൻ്റർനാഷണൽ കോർഡിനേറ്റിംഗ് ബോഡി ഓഫ് നാഷണൽ യൂത്ത് കൗൺസിൽ ആൻഡ് നാഷണൽ യൂത്ത് ഓർഗനൈസേഷൻസ്. ഓക്കെ, ദ ഫുൾ മെമ്പേഴ്സ് ഓഫ് വേ ആർ നാഷണൽ യൂത്ത് കൗൺസിൽസ്. അതായത് ഈ വേ എന്ന് പറഞ്ഞാൽ ഫുൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? നാഷണൽ യൂത്ത് കൗൺസിലെ മെമ്പേഴ്സ് ആയിരിക്കും. പിന്നെ വേ വർക്ക് ഫോർ പ്രൊമോഷൻ ഓഫ് യൂത്ത് ആൻഡ് യൂത്ത് ഓർഗനൈസേഷൻ. അതായത് ഈ വേ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? പ്രൊമോഷൻ ഓഫ് യൂത്ത്, യുവാക്കളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ യൂത്ത് ഓർഗനൈസേഷനൊക്കെ ഡെവലപ്മെൻറ്റ് പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത്. പിന്നെ അതിൻ്റെ ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. ടു സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ടു അപ്ഡേറ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് സെൻഡ് ടു വേ ഹെഡ് ക്വാർട്ടേഴ്സ്, ടു അറ്റൻഡ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ വേ ഇവൻറ്റ്സ്, ടു പ്രൊമോട്ട് ഇൻ്റർചേഞ്ച് ഐഡിയാസ് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ്. അതായത് രാജ്യങ്ങൾ തമ്മിൽ ഐഡിയകൾ ചേഞ്ച് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ടു ഇൻഫോം വേ അബൌട്ട് ദെയർ ഇവൻറ്റ്സ് ഓർഗനൈസ്ഡ് ബൈ ദം. പിന്നെ ബെനിഫിറ്റ് ടു വേ മെമ്പർ എന്ന് പറയുമ്പോൾ അതായത് ഒരു വേയിൽ മെമ്പർ ആയി കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ്. റിസീവിംഗ് വേ ഇവൻറ്റ്സ് ഔട്ട്കം ഡോക്യുമെൻറ്റ്സ് ഇൻവോൾവിംഗ് ദ ഡിസിഷൻ മേക്കിംഗ് അറ്റ് ഇൻ്റർനാഷണൽ ലെവൽ, കോൺട്രിബ്യൂട്ടിംഗ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് യൂത്ത് ഇഷ്യൂസ്, വേ പബ്ലിക്കേഷൻസ് സബ്സ്ക്രിപ്ഷൻ, ഇൻവൈറ്റേഷൻ ഫോർ ഓൾ വേ ഇവൻറ്റ്സ്, ഗെറ്റിംഗ് സ്പോൺസർ ഓപ്പർച്യൂണിറ്റി ടു അറ്റൻഡ് വേ ഇവൻറ്റ്സ്. ഓക്കെ, ഇതെല്ലാം സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ റീഡ് ആവുന്നേ ഉള്ളൂ. നമുക്ക് വായിച്ചാൽ തന്നെ സാധനം മനസ്സിലാവും. അതാണ് ഞാൻ ഇതിൻ്റെ ഒന്നും മീനിങ് പോലും പറയാത്തത്. ഇതിൻ്റെ PDF ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ വേണ്ടവർ, നിങ്ങളുടെ പലരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, കാരണം സിമ്പിളാണ്. നമുക്ക് ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൈ നിർത്തി എഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നാലാമത് പറയുന്നതാണ് ആഫ്രോ ഏഷ്യൻ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, AARDO. ARDO is an autonomous intergovernmental organization comprising 31 members from Africa and Asia for promoting welfare and the eradication of thirst, hunger, illiteracy, disease and poverty amongst rural people. അതായത് ARDO എന്ന് പറയുമ്പോൾ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണ്. ഇതിൽ 31 മെമ്പേഴ്സ് ആണുള്ളത്. ഇവിടെ നിന്നൊക്കെയാണ്? ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും. ഇതിന് വേണ്ടിയിട്ട് പ്രൊമോട്ടിങ് വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ത്രസ്റ്റ്, ഹംഗറി, ഇല്ലിറ്ററസി, ഡിസീസ് ആൻഡ് പോവേർട്ടി എമംഗ്സ്റ്റ് റൂറൽ പീപ്പിളൊക്കെ ഉള്ള ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോണമസ് ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് ARDO എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്രോ ഏഷ്യൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. പിന്നെ അതിൻ്റെ ഗോൾ ഓഫ് ARDO എന്ന് പറയുമ്പോൾ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് കൺട്രീസ്. അതായത് സ്ഥിരമായിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. പിന്നെ വിഷൻ ഓഫ് ARDO എന്ന് പറയുമ്പോൾ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദി റൂറൽ പീപ്പിൾ ഇൻ ആഫ്രോ ഏഷ്യൻ മെമ്പേഴ്സ് കൺട്രീസ് ഓഫ് ARDO. പിന്നെ മിഷൻ എന്ന് പറയുമ്പോൾ ടു ഹെൽപ്പ് റീസ്ട്രക്ചർ ദ റൂറൽ സൊസൈറ്റീസ് ആൻഡ് റീകൺസ്ട്രക്ട് ദ എക്കോണമി ഓഫ് റൂറൽ പീപ്പിൾ. അതായത് റൂറൽ സൊസൈറ്റീനെ റീസ്ട്രക്ചർ ചെയ്യുക, അതുപോലെ തന്നെ റൂറൽ എക്കോണമീനെ എന്ത് ചെയ്യുക? റീകൺസ്ട്രക്ട് ചെയ്യുക. അതാണ് അതിൻ്റെ മിഷനായിട്ട് പറയുന്നത്. പിന്നെ ഏരിയ ഓഫ് കൺസേൺ ARDO എന്ന് പറയുമ്പോൾ പോവേർട്ടി എലിവിയേഷൻ, സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്, ഇൻറ്റിഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, വുമൻസ് എംപവർമെൻറ്റ്, ഡിസെൻട്രലൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് ആണ് ചോദിക്കുന്നത്. ടു ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിങ് എമംഗ് മെമ്പേഴ്സ് ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ്, ടു ഫെസിലിറ്റേറ്റ് accelerated agriculture and rural development in the members country, to hold a national and international conference and seminars, organize national and international cooperative programs, to provide technical support to member countries, to provide financial support to member countries, to initiate research and development programs, to pursue environmental and climate changes in rural development. ഓക്കെ, അതാണ് അതിൻ്റെ ഫങ്ഷൻസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. റീസ്ട്രക്ചറിങ് റൂറൽ property, eradication of poverty, eradication of food and nutrition insecurity, women empowerment, increasing international trade in farm sector, collaboration in search and extension. ഓക്കെ, ഇതാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് ചോദിക്കുന്നത്. പിന്നെ അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ARDO കോൺഫറൻസ്, ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ദ ലിയസൺ കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 4ാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.